നീ ആ പറമ്പില് മറ്റേ പൂച്ചലായിട്ട് കിടന്ന് തല്ലൂടുമ്പോ ഞാൻ വിളിച്ചതല്ലടാ നിന്നെ. അല്ലടാ ഡാ അപ്പുവോന്നല്ലേടാ ഞാൻ വിളിച്ചത് നിന്നെ. നീ ഒന്ന് പോയേടാ. നിന്നോട് ഞാൻ ചോദിക്കണേന് ഉത്തരം പറയാം. നീ അവിടെ ഇരിക്കടാ. അവിടെ ഇരിക്കപ്പോ. ചാർലി പാപ്പൻ കാര്യം അന്വേഷിക്കാൻ വന്നാട്ടാ. ചീത്തറിഞ്ഞ് ഓടിച്ചൂട്ടാ. നീ ആ കാട പൂച്ചലായിട്ട് കണ്ടാ ചെവി നോക്കിയേ? കണ്ടവന്റെ ചെവി ബ്ലഡ് അല്ലേ മോനെ വരുന്നത്. എന്താ ഞാൻ ചെയ്യപ്പോ നിന്നെ കൊണ്ട്? എന്താ ഞാൻ ചെയ്യാ? നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാൻ എന്റെ പൈസ പോലും ഇല്ല. അപ്പോ നീ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാട്ടി വെച്ച് വന്ന ഞാൻ എന്ത് ചെയ്യപ്പോ? പറയടപ്പോ. എത്ര വട്ടം വിളിച്ചടാ ഞാൻ നിന്നെ? അപ്പു എന്നല്ലടാ വിളിച്ചത്. അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ. എല്ലാം കേട്ടിരിക്കണുണ്ട് കേട്ടോ. അവനെ ചീത്ത പറയാന്ന് അവനക്ക് മനസ്സിലാവണുണ്ട്. ഞാൻ മതിൽ ചാടി വരണ നിന്നെ പിടിക്കണെങ്കി വേണടാ. എല്ലാം ചെയ്ത് വന്നിട്ട് ഇരിക്കുന്നു നോക്കിയവൻ. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കരയ. ചെവി നന്നായി പൊട്ടി ബ്ലഡ് വരുന്നുണ്ട് കേട്ടാ. ഇതെന്താ ഞാൻ കാണിക്കണ്ടേ? ചെവിയുടെ ഉള്ളു ഇതെന്താ? ചെവിയുടെ ഉള്ളൊക്കെ കാണുന്നത് അപ്പോ? നീ ഇങ്ങനൊക്കെ കാണിക്കുമ്പോ സങ്കടം ഇല്ലേ? നോക്കിയേ കണ്ട ഇപ്പൊ വഴക്കുണ്ടായില്ല. എന്താ ചെയ്യാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സഹിച്ചിരുന്നോട്ടാ. സഹിച്ചോട്ടാ. നല്ല കടി കിട്ടിയില്ലേ ആ പൂച്ചടേന്ന്? ഇല്ലേ? എന്റെ മേലിങ്ങനെ പാടുകളും മുറികളൊക്കെ കാണുമ്പോ മനസ്സിനും വിഷമം പ്രഷറും വരികയാണ്. ഫുള്ള് ടാറ്റു കുത്തിക്കാണ് കേട്ടാ. അപ്പൂനെ ചീത്ത പറയണ കേട്ടപ്പോ ഓടിയതാട്ടാ. നീ എന്താ അവിടെ ചെയ്യണ്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചെക്കാ എന്ത് ചെയ്യണ്? മീനിയുടെ വെള്ളമൊന്നും മാറ്റിയിട്ടില്ല. സുന്ദരാ അപ്പൂച്ചേട്ട കാടും പൂച്ചകളിലേക്ക് തല്ലൂടിയിട്ടാട്ടാ ചീത്ത പറഞ്ഞത്. അങ്ങനെ പോയി നോക്കി മോൻ. വിളിച്ചു നോക്കിയേ അമ്മേ, വിളിച്ചു നോക്കിയേ. വിളിക്കടാ. കണ്ണ് തെറ്റിയ പൂച്ചനായിട്ട് തല്ലൂടാ. എനിക്ക് പറഞ്ഞ പ്രഷറായി. ശരിക്കും സങ്കടം വരണ്ട. കാട്ടിയടാ ചെവി ക്ലീനാക്കി തരാൻ. വല്ല ഇൻഫെക്ഷനൊക്കെ വന്നാണ്ടല്ലോ ചത്തു പോവും അന്നാച്ചിട പോലെ. മനസ്സിലായടാ? അവ ഇപ്പൊ കേട്ടിരിക്കും. കുറച്ചു കഴിഞ്ഞ വീണ്ടും പോവും തല്ലു. മനസ്സിലായാന്ന്? ചത്താ പോവുന്ന്. ചെവിക്കൊക്കെ ഇൻഫെക്ഷൻ വന്ന വല്ലതും മനസ്സിലാവില്ല പറഞ്ഞത് ഉണ്ടാ? അപ്പൂട്ടനെ അറിയാട്ടാ. എനിക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാ, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ല വഴക്ക് കേൾക്കും. തുടക്കി തന്തേ അവിടെ ഒക്കെ മുറിഞ്ഞിട്ടുണ്ടാവും. തന്തപ്പിടി കിടന്ന് തുടച്ചോ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. സങ്കടം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പറയണത്. വയറിങ്ങനെ നടക്കുക, നല്ല പൂച്ചകളിലേക്ക് പോയി തല്ലുണ്ടാക്കുക, വരിക, എന്നിട്ട് കരഞ്ഞിട്ട് പിന്നാലെ നടക്കുക. ഇതൊക്കെ വെള്ളു വറക്കുക, മേല് മൊത്തം. അവിടെ ഇരിക്കടാ. എന്താ അവിടെ ഇരിക്കടാ. ഇരിക്കി ഇടുവാ. ചെവി തുടച്ചു തരാം. ചെവി ക്ലീനാക്കി ഒന്ന് ലൈറ്റായിട്ട് തുടച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് എളുപ്പമല്ല ഇതൊക്കെ കാണുമ്പോ മനസ്സിന് ഭയങ്കര വിഷമം. അവരെത്ര വേദന സഹിക്കേണ്ടി വരും. നിനക്ക് എന്താ വേണ്ട? അപ്പൂ എന്ത് വേണ്ട? ചെവി നല്ല വേന ഉണ്ട്. ഇല്ല കണ്ണാ വിക്കണ്ടാട്ടാ മാറൂട്ടാ. ചെവി നല്ല വേന ഉണ്ട്. ഓയ് എന്തിനു തല്ലൂടാ? പറഞ്ഞല്ലേ തല്ലൂടാ അല്ലേ? ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും എൻ്റെ മോന് ഒരൊറ്റ വിളിയ ഉമ്മ. അവന് നല്ല സ്നേഹാട്ടവൻ. ചെവിയിലൊറ്റിക്കണ മരുന്ന് കുറച്ച് മുന്നേ വാങ്ങിച്ചു വെച്ച മരുന്നാണ്. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞില്ല. ഇനി അപ്പൂൻ്റെ ചെവിയുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് മരുന്ന് മേടിക്കേണ്ടി വരും. ഇല്ല
മരുന്ന് അങ്ങനെ ഇവർക്ക് യൂസ് ചെയ്യാറില്ല. മുന്നെപ്പോഴോ യൂസ് ചെയ്തിരുന്നതാണ്. പേടിക്കണ്ട, ഇവിടെ ഒന്നും നീ കാടപ്പൂച്ച് വരില്ല. ഈ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടാ. ചില സമയങ്ങളിൽ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനും ഭയങ്കര വിഷമൊക്കെ ആവുന്നുണ്ട്. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഓക്കെ ആവില്ല. അവര് ഇങ്ങനൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനാണ്. നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരുമിച്ചിട്ട് വരും. ഞാൻ ചീത്ത പറയണത് അറിയാം, ഞാൻ ചീത്ത പറയുകയാണെങ്കിൽ പിന്നെ എന്നെ ഇവർക്കറിയാം. ഇപ്പൊ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കറങ്ങി നടന്നു. ചീത്ത പറയാൻ ഇഷ്ടമില്ലേ? ചീത്ത പറഞ്ഞാൽ ദേഷ്യം അല്ലേ? നിങ്ങളെ ഞാനല്ലാതെ പിന്നെ ആരെ വഴക്ക് പറയാ? ഇപ്പൊ അവിടെ അപ്പുറത്തെ പറമ്പിൽ കിടന്ന് തല്ലൂടും. അതിലുള്ള കാരണം ചാടി പോയി പിടിക്കാൻ പോയി പറ്റില്ലേ? പൊന്നമ്മയും ചാർലിയും എന്റെ പിന്നാലെ ഉണ്ടാവും. ഇവനെ എത്ര വിളിച്ചാലും ചില നേരത്തെ വിളിച്ച അവ ഓടി വരും. ഇല്ലെങ്കിൽ അവ വിടുന്നില്ല. അപ്പൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ, ഫുഡ് കഴിക്കണ നേരത്തെ താഴൊന്നും കളയാൻ പാടില്ല. ഇത്രയും വലിയ പാത്രത്തില് തന്നിട്ടുണ്ട് നീ ഇങ്ങനെ കഴിക്കണ്. മുന്നേ ഫുള്ള് താഴെയാണ് കേട്ടോ. ഇപ്പൊ 2 ഉള്ളു. അപ്പൂന് ഇന്ന് ഫുൾ ചീത്തയാണ് കേട്ടാ. കാരണം പറഞ്ഞ അനുസരിച്ച് കുറവാ. ആ കാടപ്പൂച്ചനായിട്ട് പോയിട്ട് ഇങ്ങനെ തല്ലൂടെ തന്നെ പരിപാടി. ഇനി കിടന്ന് ഉറങ്ങിക്കൂടാ. അവൻ ഉറങ്ങിക്കോട്ടെ കണ്ണാ കേട്ടാ.